ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഞാൻ ഇന്നലെ ദുബായിൽ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ പോയപ്പോൾ ആ ഷോപ്പിൻ്റെ ഉടമ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ഒരാൾക്ക് കാണണമെന്ന് പറയുന്നുണ്ട്. അയാൾ 2-3 പ്രാവശ്യം ഇവിടെ തിരഞ്ഞു വന്നിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു ഷോപ്പാണ്. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഡയറക്റ്റ് ബന്ധപ്പെടാതിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എന്നെ കാണണമെന്ന് ഉദ്ദേശിച്ച ആള് ആ ഏരിയയിലൊക്കെ ഒരു ബാർവാല പണി, അതായത് കടയിൽ ചായ സപ്ലൈ ചെയ്യുന്ന ആളാണ്. നമ്മൾ ചായ ഓർഡർ കൊടുക്കുമ്പോൾ ചായ കൊണ്ടുവന്ന് തരുന്ന ആൾ. അങ്ങനെ അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ അയാൾ വളരെ മുന്നേ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഞാൻ അയാളെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അയാളുടെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അയാൾ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അയാളെ എൻ്റെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. അയാൾ ആദ്യം ഭയങ്കരമായിട്ട് വിതുമ്പി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നൊരു കരച്ചിലുണ്ടല്ലോ, അയാൾ അത് കരഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നമൊക്കെ പറയാൻ പറഞ്ഞു. മോനെ, എൻ്റെ മകൻ 23 വയസ്സായി, ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുവന്നു. 27 വർഷമായി ഞാൻ ഗൾഫിൽ വന്നിട്ട്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ബാർവാല പണിയാണ് എടുക്കുന്നത്. ഇനി എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് കരുതിയിട്ട് ഞാൻ അവനിങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷെ ഞാനവിടെ കൊണ്ടുവന്ന് അവനൊരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം CID അവൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ കയറിയിട്ട് അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്താണെന്ന് അറിയാതെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അവൻ ഒരു ഡ്രഗ് വിൽക്കുന്ന ആളുകളുമായി അവനക്ക് ബന്ധമുണ്ടെന്നും അവൻ്റെ റൂമിൽ നിന്ന് ഡ്രഗ് പിടിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അവന് ഞങ്ങൾക്ക് വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ്. ഏകദേശം 8 മാസത്തോളമായി ഈ പയ്യൻ അകത്താണ് കിടക്കുന്നത്. അവൻ്റെ ആദ്യത്തെ ജഡ്ജ്മെന്റ് വന്നത് 8 വർഷം ജയിലും ഡീപ്പോർട്ടേഷനുമാണ്. അവരത് അപ്പീൽ ചെയ്തു. വീണ്ടും സെയിം ജഡ്ജ്മെന്റ് വന്നു. പിന്നെ അവർ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് അവന്റെ കേസ് തള്ളി. അവൻ എന്താണോ അപ്പീൽ ജഡ്ജ്മെന്റ് വന്നത് ആ ജഡ്ജ്മെന്റ് ഫൈനലായി 8 വർഷത്തെ ജയിൽ ജീവിതമാണ് അവന് വിധിച്ചത്. ഈ മനുഷ്യൻ പല ആളുകളെയും പോയി കണ്ടു, അവനെങ്ങനെയും ഒന്ന് ഇറക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. എൻ്റെ അടുത്തും അയാൾ വന്നത് അതിനായിരുന്നു. പക്ഷേ സുപ്രീം കോടതി വരെ തള്ളിയൊരു കേസിന് അത് അവസാന ജഡ്ജ്മെന്റ് ആയതുകൊണ്ട് ഇനി അതിലൊന്നും ചെയ്യാനില്ല. അവൻ പൂർണ്ണമായി ആ ജഡ്ജ്മെന്റ് സ്വീകരിച്ച് അവൻ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് പോവില്ലാതെ വേറെ നിവൃത്തിയില്ല. പിന്നെ ഏതെങ്കിലും സമയത്ത് നമ്മൾ അഫു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഗതിയിൽ ഗവൺമെന്റ് അവന് മാപ്പ് നൽകി പുറത്തു വിടുകയാണെങ്കിൽ ചിലപ്പോൾ അവനങ്ങനെ പോവാം. വേറൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയി. സത്യത്തിൽ അയാൾ നടന്നു പോകുമ്പോൾ എനിക്കും കരച്ചിൽ വന്നു. നമ്മുടെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലി അന്വേഷിച്ച് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഏത് രീതിയിലുള്ള മാഫിയകളുടെ ഇടയിൽ പോയി ചെന്ന് പെട്ടാലും നിങ്ങളൊരു നാൾ പിടിക്കപ്പെടുമെന്ന് നിങ്ങൾ മറക്കരുത്. ഇത് പൂർണ്ണമായും നമ്മളുടെ അടുത്ത് മാത്രം നിൽക്കുന്നൊരു കാര്യമാണ്. ഈ കാര്യം നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ദയവ് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ രക്ഷപ്പെടും. ഈ മണ്ണിനൊരു സത്യമുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ രക്ഷപ്പെടും. പക്ഷെ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഇത്തരം മാഫിയകളുടെ ഇടയിൽ പോയി നിങ്ങൾ കുടുങ്ങരുത്. വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ഒരുപാട് ആളുകളുടെ ലീഗൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ മനുഷ്യനെ കണ്ടപ്പോൾ ശരിക്ക് എനിക്ക് എൻ്റെ ഉപ്പാനെ ഓർമ്മ വന്നു. കാരണം നമ്മളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളുടെ ഇടയിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 8 വർഷത്തോളം ജയിലിൽ കിടക്കണ അയാള്. യുടെ നിയമപ്രകാരം ഒരു മാസം എന്ന് പറയുന്നത് 23 ദിവസമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 6 വർഷം 5 ചില്ലാൻ വർഷം ഉള്ളിൽ കിടക്കണം. ഈ 5 ചില്ലാൻ വർഷം ഉള്ളിൽ കിടന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ മനുഷ്യന് വീണ്ടും ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് ആ കുടുംബം പോറ്റാൻ വേണ്ടി വീണ്ടും അയാള് ആ ബാർവാല പണിയായിട്ട് മുന്നോട്ട് പോകാം. അയാൾ കരുതിയത് ഞാൻ ഇത്രയും കാലം ജോലി എടുത്തു, എൻ്റെ മകനെ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആക്കി കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നാണ്. എന്തായാലും ഇത് നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ എപ്പോഴെങ്കിലും മാറി ചിന്തിക്കണമെന്ന് ഇപ്പോൾ ഇതിനടിമപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രചോദനമാവട്ടെ എന്ന് ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.